ദേവേശ യേശുപരാ ജീവനെനിക്കായി വെടിഞ്ഞോ. ദേവേശ യേശുപരാ ജീവനെനിക്കായി വെടിഞ്ഞോ. ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുക്കാനായി നീ മരിച്ചോ. നിത്യജീവൻ കൊടുക്കാനായി നീ മരിച്ചോ. പീലാത്തോസെന്നവനും വിലമതിച്ചു കുരിശേൽപ്പിച്ചു. പീലാത്തോസെന്നവനും വിലമതിച്ചു കുരിശേൽപ്പിച്ചു. തലയിൽ മുള്ളാൽ മുടിയും വെച്ചു പല പല പാടുകൾ ചെയ്തു നിന്നെ. പല പല പാടുകൾ ചെയ്തു നിന്നെ. നിൻ മരണം കൊണ്ടെന്റെ മന്നരകം നീ അകറ്റി. നിൻ മരണം കൊണ്ടെന്റെ മന്നരകം നീ അകറ്റി. നിൻ മഹത്വം തേടി നീ എൻകാലം കഴിപ്പാൻ കൃപ നൽകണമേ. എൻകാലം കഴിപ്പാൻ കൃപ നൽകണമേ. ദേവേശ യേശുപരാ ജീവനെനിക്കായി വെടിഞ്ഞോ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 24-25 വാക്യം ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു നീതിമാൻ എന്ന് അറിഞ്ഞിട്ടും യേശുവിനെ കൈയൊഴിഞ്ഞ പീലാത്തോസിൻ്റെ ഒരു വിഷയമാണ് ചിന്തിക്കുന്നത്. വാക്യപ്രകാരമാണ്, ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണെ കൈ കഴുകി. ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീനെന്ന് പറഞ്ഞു. ഉടനെ പുരുഷാരം പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെ ഉത്തരം പറഞ്ഞു. യേശുവിനെ വിസ്തരിക്കുമ്പോൾ പീലാത്തോസിൻ്റെ ഭാര്യ ഒരാളെ അയച്ചു പറയിച്ചു, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു. അങ്ങനെ യേശു നീതിമാനാണെന്ന് പീലാത്തോസിന് ബോധ്യമായി. എങ്കിലും ജനത്തിൻ്റെ പ്രീതി നേടുവാൻ യേശുവിനെ ക്രൂശിപ്പാൻ അവർക്ക് വിട്ടുകൊടുത്തു. പീലാത്തോസിൻ്റെ അന്ത്യത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. യേശുവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തതിന് മുതൽ തനിക്കൊരു സമാധാനമില്ലാതെ ഭ്രാന്തനെ പോലെ എപ്പോഴും കൈ കഴുകി നടന്നുവെന്നും യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ച ശേഷം താൻ കുടുംബമായ റോമിലേക്ക് മടങ്ങിപ്പോയെന്നും യേശുവിനെ കൊന്ന വിധങ്ങളെക്കുറിച്ച് കേട്ടിട്ട് പശ്ചാത്തപിച്ച് താനും ഭാര്യയും ക്രിസ്ത്യാനിയായി തീർന്നുവെന്നും പറയപ്പെടുന്നു. മറ്റൊരു വിഷയം, പീലാത്തോസ് സ്വയം വെടിവെച്ച് മരിച്ചുവെന്നും പറയപ്പെടുന്നു. ഇത് ഒരു ചരിത്ര വിഷയമാണ്. എങ്കിലും പല വിഷയങ്ങൾ ഇതിൽ നിന്നും നമുക്ക് പഠിക്കുവാനുണ്ട്. ലോകത്തിൽ ഏറ്റവും ഉപദ്രവിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ക്രിസ്ത്യാനികൾ. യേശു ഇപ്രകാരം പറഞ്ഞിരുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവപുത്രനായ യേശു മനുഷ്യാവതാരമെടുത്ത് ലോകത്തിൽ പിറക്കുന്നതിന് ആരംഭം കുറിച്ച നാൾ മുതൽ വിവിധങ്ങളായുള്ള പരീക്ഷാഘട്ടങ്ങളായിരുന്നു. എന്നാൽ അതിനെയൊക്കെയും തരണം ചെയ്യുവാനും യേശു ഈ ഭൂമിയിൽ എന്തിനു വന്നുവോ ആ ദൗത്യം പൂർത്തീകരിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കരേറിപ്പോയിരിക്കുന്നു. സകല സൃഷ്ടിക്കും കാരണഭൂതനായ കർത്താവ് ഒന്നുമില്ലാത്തവനായി ജനിപ്പാൻ സ്വയം സ്ഥലമില്ലായിരുന്നു, യാത്ര ചെയ്യുവാൻ വാഹനമില്ലായിരുന്നു, മരിച്ച ശേഷം അടക്കുവാൻ മറ്റൊരുവൻ്റെ കല്ലറ തേടേണ്ടി വന്നു. ക്രൂശിൽ കിടന്നുകൊണ്ട് സകലം നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ദൗത്യം പൂർത്തിയായി. വേദനകളിലും സ്വന്തം മാതാവിനെ മറക്കാതെയും അവർക്കൊരു തണലായി യേശു സ്നേഹിച്ച ശിഷ്യനെ യോഹന്നാനെ മാതാവിനെ ഏൽപ്പിച്ചിട്ടാണ് തൻ്റെ പ്രാണനെ വിട്ടത്. പ്രിയ സ്നേഹിതരെ, നാടകത്തിലോ സിനിമയിലോ അഭിനയിക്കുന്ന യേശുവിനെയല്ല നാം ഇവിടെ കാണുന്നത്. സാക്ഷാൽ ദൈവപുത്രനായവൻ, മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിനായി ഭൂമിയിൽ അവതരിച്ചവൻ, നീതീകരിക്കപ്പെട്ട നീതിമാനായിട്ടല്ല, പ്രത്യുത യേശു നീതിമാൻ തന്നെയായിരുന്നു. പീലാത്തോസിന് ഇത് മനസ്സിലായിട്ടും ജനസമൂഹത്തെയും
മത നേതാക്കന്മാരെയും പ്രീതിപ്പെടുത്തുവാൻ നീതിമാനായ യേശുവിനെ ക്രൂശിലേറ്റുവാൻ അനുവാദം നൽകി. പ്രിയരെ, നിങ്ങളിൽ പലരും ഒരുപക്ഷെ ഇത് യേശു നീതിമാനാണ് എന്ന് അറിവ് ലഭിച്ചിരിക്കാം. എന്നാൽ നിങ്ങൾ യേശുവിനെ ജീവിതത്തിൽ ഏറ്റുകൊള്ളുവാൻ മനസ്സില്ലാതെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നാമും പിലാത്തോസിനെ പോലെ യേശുവിനെ ആണ്ടുതോറും ക്രൂശിക്കുന്നവരായി മാറുകയാണ്. യേശു പരാജയപ്പെട്ട യേശുവല്ല, ജയവീരനായ യേശുവാണ്. ആ യേശു പറഞ്ഞ വാക്കുകളായിരിക്കണം നമ്മെ ധൈര്യപ്പെടുത്തുന്നത്, നിലനിൽപ്പാൻ പ്രേരിപ്പിക്കുന്നതും ആകേണ്ടത്. യേശു തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വെളിപ്പെടറായി. അന്ന് ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ യേശുവിനൊപ്പം പറന്നു വരുവാൻ നിങ്ങൾ ഒരുക്കമുള്ളവരോ? അതിനുവേണ്ടി ഒരു ശോധന ചെയ്യുക. ദൈവമായ കർത്താവ് ഏവരെയും അതിന് കൃപ ചെയ്യുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.